നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ, നാഷണൽ യോഗ റഫറി. ഇന്ന് നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ എക്സസൈസ് ആണ് പറഞ്ഞു തരുന്നത്. ഇതൊരു ഡെയിലി ഒരു 20 തവണ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വയറ് കുറയാൻ വളരെ പ്രയോജനം ചെയ്യും. അത് എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രാണായാമം, ഒരു ക്രിയ കൂടിയാണ്. കപാലഭാതി അല്ലെങ്കിൽ സ്കൾ ഷൈനിങ് ബ്രീത്തിങ് എന്ന് പറയും. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു പ്രയോജനമുണ്ട്. നമുക്ക് സൈനസൈറ്റിസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഈ കപാലഭാതി പ്രാണായാമം ചെയ്യുന്നത് അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും. പക്ഷേ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് നല്ലൊരു കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ദിവസവും പലതവണ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് വയറ് കുറയാൻ സഹായിക്കും. വയറ് കുറയാനുള്ള പല എക്സസൈസുകളും ഉണ്ട്. അതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് അവരുടെ ബെഡിൽ തന്നെ ഇരുന്നിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു ടിപ്പായിട്ട് കണ്ടാൽ മതി. ആക്ച്വലി ഇതൊരു കപാലഭാതി പ്രാണായാമം, ഒരു ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ്, ഒരു ക്രിയ കൂടിയാണ്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഞാൻ ചില പ്രോഡക്റ്റ്സ് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാഗ്ഡ് പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പ്രോഡക്റ്റും ഫ്ലിപ്കാർട്ട്, മിന്ത്ര, നൈക്ക എന്നീ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പർച്ചേസ് സാധ്യമാണെന്നാണ്. ഡയറക്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിക്കുന്ന ചെയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പോ രാവിലെ എണീച്ച ശേഷമോ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട്, ചമ്പളം പടിഞ്ഞൊക്കെ ബെഡിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് കൈകൾ മടിയിലേക്ക് വെക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നട്ടല് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, കൂനിക്കൂടിയിരിക്കരുത്. ഫ്രീ ഫ്ലോ ഓഫ് പ്രാണ നടക്കണമെങ്കിൽ നമ്മുടെ സ്പൈന് സ്ട്രെയിറ്റ് ആയിരിക്കണം. പ്രാണിക് എനർജിയുടെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് നടക്കണമെങ്കിൽ ആണ് ഈ സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, കണ്ണുകൾ അടച്ചിരിക്കുന്നതാണ് നല്ലത്. കണ്ണുകൾ അടയ്ക്കുന്നു, ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ദെൻ ഫോഴ്സിൽ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ബ്രീത്ത് ഔട്ട് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ശ്വാസം ഓട്ടോമാറ്റിക് നമുക്ക് എയർ ഉള്ളിലേക്ക് പൊക്കോളൂ. അതുകൊണ്ട് ഫോഴ്സിലി നമ്മൾ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, അതാണ് ഈ എക്സസൈസ്. ആ സമയത്ത് നമ്മുടെ വയറിൻ്റെ ഭാഗം കൺട്രാക്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു മൂവ്മെന്റ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾക്ക് ഇത് വയറ് കുറയാൻ സഹായിക്കും. ഏത് വ്യായാമങ്ങളാണേലും വയറ് കുറയണമെങ്കിൽ നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്തെ മസിൽസിന് മൂവ്മെന്റ് വരണം, കൺട്രാക്ഷൻ എക്സ്പാൻഷൻ ഒക്കെ വന്നാലേ വയറ് കുറയുള്ളൂ. അല്ലാതെ നമ്മൾ ഡെയിലി നടക്കാൻ പോകുന്നത് ഒരു നല്ല വ്യായാമമാണ്. നടക്കുന്നത് നല്ലതാണ്, ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, കാലുകളുടെ മസിൽസിന് ബലം വയ്ക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ വയറ് കുറയുക എന്ന് പറയുന്നതിന് വയറിൻ്റെ ഭാഗത്ത് നല്ല പ്രഷർ വരുന്ന വ്യായാമങ്ങൾ ചെയ്യണം. ഈ കപാലഭാതി പ്രാണായാമ നമുക്ക് വയറിൻ്റെ ഭാഗത്തുള്ള ഒരു മൂവ്മെന്റ്, വിഗറസ് മൂവ്മെന്റ് സാധ്യമാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുക. ഇതിന്റെ മെച്ചം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ബെഡിൽ ഇരുന്നുകൊണ്ടോ കസേരയിൽ ഇരുന്നുകൊണ്ടോ ഇത് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്. ഓക്കെ, അപ്പം ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ഇരിക്കുക, ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് സ്ലോലി വിടുന്നു, എന്നിട്ട് ഈ ഒരു രീതിയിൽ. അപ്പൊ നിങ്ങളുടെ വയറിനുണ്ടാകുന്ന മൂവ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. എൻ്റെ കൈ മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ നിങ്ങൾ കൈ വെച്ച് നോക്കണം, നിങ്ങളുടെ വയറിന്റെ ഭാഗത്ത് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ. ജസ്റ്റ് ചെക്ക് ചെയ്യാനോ വെച്ച് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു സ്ലോ പേസിൽ ചെയ്യാം. 1 2 1 2. പിന്നെ രാവിലെ നിങ്ങൾക്കത് സ്പീഡ് കൂട്ടിക്കൊണ്ട് വരാം. സ്പീഡിൽ ഈ ബ്രീത്ത് ഔട്ട് ചെയ്യാം. എന്നിട്ട് ഫൈനലി നിങ്ങൾക്ക് വീണ്ടും സ്ലോ ആയിട്ട് അത് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ഒരു 10 ടൈംസ് ഒരു തവണ ചെയ്യുക. നിങ്ങൾ എന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് നന്നായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. കാരണം നമ്മളിത് ബ്രീത്ത് ഔട്ട് മാത്രമാണ് ഫോഴ്സിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചേറെ നമ്മുടെ ഉള്ളിൽ എത്തുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ
ഇങ്ങനെ സ്പീഡ് കൂട്ടുക. പറ്റുന്നവർ സ്പീഡ് കൂട്ടിയാൽ മതി, അല്ലാത്തവർ ഈ സ്ലോ പേസിൽ തന്നെ ചെയ്യുക. സ്പീഡ് കൂട്ടുന്ന ആൾക്കാർ ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് സ്പീഡ് കുറച്ചും ചെയ്യുക. അതായത് ഇങ്ങനെ ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ പറഞ്ഞല്ലോ, സൈനസ് പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഫോഴ്സിൽ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഏരിയയിലെയൊക്കെ കഫമൊക്കെ പുറത്തു പോകും. അങ്ങനെ ഈ ഭാഗം ക്ലിയർ ആകും. ഓക്കെ, ഇതുപോലെ പ്രയോജനമുള്ള മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.